ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അല്ല, പ്രൈവറ്റ് ബസ്സിലാണ്. തെളിവ് സഹിതം വീഡിയോയിൽ കൃത്യമായി തന്തയില്ലായ്മ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് കണ്ടു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഷിംജിത എന്ന് പറഞ്ഞ ഒരു ബസ് ബുഗ്ലി കാരണം ദീപക് എന്ന് പറഞ്ഞൊരു ഏട്ടൻ്റെ ജീവൻ നഷ്ടമായി. ബസ്സിൽ വെച്ചൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ശ്രമിച്ചതായിരുന്നു. ആ മനംനൊന്ത് ഏട്ടൻ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. ഇതാണ് വിഷയം. നമ്മൾ ആ വീഡിയോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അയാൾ ഇൻറ്റൻഷ്യലി ഒന്നും അതിനകത്ത് ചെയ്യുന്നില്ല. ഇവൾ പുറകിൽ പോയിട്ട് എനിക്ക് കണ്ടൻറ്റ് തരൂ മാമ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് വാങ്ങുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. വൻ സമൂഹത്തിൽ ഞാൻ എതിരായി പറയുന്നില്ല, ആണുങ്ങൾക്ക് സപ്പോർട്ടായിട്ടും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമ്മൾ കണ്ടറിയണം. പോവല് സ്റ്റെപ്പ് ഇറങ്ങാൻ നേരത്തും ആ ബസ്സിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങാൻ നേരത്തും അവിടെ ആ തിരക്കിലും പോയി നിൽക്കുക, തൊട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് വാങ്ങുന്നതാണ് ആ വീഡിയോയിൽ കണ്ടത്. ബാഡ് അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പ്രഷനെങ്കിലും ഉണ്ടാകും. ഇവളെന്ത് ഹാപ്പി ആയിട്ടാണ് ആ വ്ളോഗ് എടുക്കുന്നത് അവിടെ വെച്ച്. ഒറ്റയടിക്ക് വൈറലാകണം, ഒറ്റയടിക്ക് റീച്ച് കയറ്റണം, ഒറ്റയടിക്ക് ചാനലിൻ്റെ ഫോളോവേഴ്സ് കൂടണം. ഇത് തന്നെയായിരുന്നു വിഷയം. എന്തായാലും വേണ്ടില്ല, ഇതിനൊരു നിയമമാറ്റം അനിവാര്യമാണ്. എന്തായാലും ഒരു നിയമമാറ്റം വേണം. ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അവരെ കൊണ്ട് അത് വെരിഫൈ ചെയ്ത് ഇയാൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി, ചെയ്തത് തെറ്റാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇത് ജെന്യൂനായിട്ട് ഇൻസിഡൻറ്റ് അനുഭവിക്കുന്നവരുണ്ടാകും, അവർക്കെതിരായിട്ട് പറയുന്നതല്ല. പക്ഷേ ഇതെല്ലാവരുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള മരണങ്ങൾ കുറയ്ക്കാൻ നമുക്ക് ഇതേ വഴിയുള്ളൂ, അല്ലാതെ വേറൊരു നിയമമാറ്റം ഞാൻ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. അപ്പോൾ ഇതിനെന്തായാലും ഒരു പരിഹാരം വേണം. ഇന്നല്ലെങ്കിൽ നമുക്കും അച്ഛന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ ഒരു നിലയ്ക്ക് നമുക്ക് അവരെ കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ